ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു കിടിലൻ അപ്ഡേറ്റാണ്. വാട്സപ്പ് നമുക്ക് നിരവധി അപ്ഡേറ്റുകൾ തരാറുണ്ട്. നമുക്കിത് ഐഫോണിലും ആൻഡ്രോയിഡിലും ഒരേ രീതിയിൽ തന്നെ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. നിങ്ങൾക്ക് പണ്ട് നമുക്ക് പിൻ ചെയ്ത് വെക്കണമായിരുന്നു. ഇപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു അപ്ഡേറ്റ്, നല്ലൊരു ഫീച്ചറും കൂടെയാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഐഫോൺ ഉപയോഗിക്കുന്നവർക്കും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്കും ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആണ്. എന്താണ് ഈ ഒരു അപ്ഡേറ്റ്, എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ഈ ഒരു കാര്യം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള ഒരു ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ പോയതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പ് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്കിവിടെ ഒരു പുതിയ ഓപ്ഷൻ അത് വന്നേക്കുന്നത് നമുക്കിവിടെ സ്റ്റാറ്റസിലോ സെറ്റിങ്സിലോ ഒന്നുമല്ല. നമുക്കിവിടെ താഴെ കോൾ എന്ന ഓപ്ഷൻ വരും, അല്ലെങ്കിൽ ചിലതിനകത്ത് മുകളിലായിരിക്കും കോൾ ഓപ്ഷൻ വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആഡ് ടു ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് പണ്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ 5 പേരെ വരെ പിൻ ചെയ്ത് വെക്കാമായിരുന്നു. ഒരു ചാറ്റിൽ നമുക്ക് പിൻ ചെയ്ത് വെക്കാമായിരുന്നു. എന്നാൽ ഇപ്പം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കോളുകൾ, ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് 100ഉം 200ഉം 1000ഉം 10,000 ഒക്കെ കോളുകൾ ഒരു ദിവസം വരുന്ന ആളുകളുണ്ടായിരിക്കും. ചിലപ്പോൾ 5000 2000 ഒക്കെ കോളുകളും മിസ് കോളുകളും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് മിസ്സാകും. കാരണം പിന്നെ നമ്മൾ തപ്പിയെടുക്കണതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ടു ഫേവറേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇതുപോലെ 1-2 പേരെ നിങ്ങൾക്ക് ഇവിടെ ഫേവറേറ്റ് ആയിട്ട് എടുക്കാം. അതിനുശേഷം ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് ഫേവറേറ്റിൽ നമുക്ക് അവരെ ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് എത്ര പേരെ വേണമെങ്കിലും ഫേവറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം റൈറ്റ് സൈഡിൽ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ടു ഫേവറേറ്റ് എന്ന് വീണ്ടും കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള ആളുകളെ മുഴുവനായിട്ടും ഇങ്ങോട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇതുപോലുള്ള മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ, സീ യു.